Hello friends. എല്ലാവർക്കും നമ്മുടെ ഫിസിക്സിന്റെ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന +1 സെക്കൻഡ് ചാപ്റ്ററിന്റെ രണ്ടാമത്തെ വീഡിയോ ലെക്ചറിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം സെക്കൻഡ് വീഡിയോയിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും കൂടെ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഏതാനും കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന് വ്യത്യസ്തമായിട്ട് ഈ ചാപ്റ്ററിൽ പ്രോബ്ലംസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് കോൺസെൻട്രേറ്റ് ചെയ്തത് നമ്മൾ ലാസ്റ്റ് പോർഷൻസ് ആണ് അല്ലേ. നമ്മുടെ എറർ അതേപോലെ തന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പ്രോബ്ലംസ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാം. ആദ്യമായിട്ട് ഏത് രീതിക്കാണ് എന്താണ് ശരിക്കും ഇറർ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, എന്തിനാണ് നമ്മൾ ഒരു ഇറർ എന്ന് വിളിക്കുക, എപ്പോഴാണ് നമ്മൾ ഇറർ സംഭവിച്ചു എന്ന് പറയാം. ഞാനിപ്പോൾ ഈ ഒരു മാർക്കറിന്റെ ലെങ്ത് മെഷർ ചെയ്യാമെന്ന് വിചാരിക്കുക. ഞാൻ മെഷർ ചെയ്ത ലെങ്ത്തിനേക്കാളും അല്ലെങ്കിൽ ഞാൻ മെഷർ ചെയ്തെടുത്ത വാല്യൂ എന്ന് പറയുന്നത് ഇതിന്റെ യഥാർത്ഥ ലെങ്ത്തിനേക്കാളും കൂടുതലോ കുറവോ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഒരു ഇറർ സംഭവിച്ചു എന്ന് പറയും അല്ലേ. അതുതന്നെയാണ് ശരിക്കും ഫിസിക്സിൽ ഇറർ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതായത് നമ്മുടെ മെഷേർഡ് വാല്യൂ അതിന്റെ റിയൽ വാല്യൂവിൽ നിന്ന് എത്രത്തോളം ഡിഫറൻസ് കാണിക്കുന്നു അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇറർ എന്ന് വിളിക്കുക. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മെഷേർഡ് വാല്യൂ ആൻഡ് റിയൽ വാല്യൂ ഈസ് സിംപ്ലി കോൾഡ് ആസ് ഇറർ എന്ന് പറഞ്ഞു. ഈ ഇറർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പല രീതിക്ക് നമ്മുടെ എക്സാമിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു 4-5 കാറ്റഗറി ആക്കിയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് ചോദിക്കുന്ന ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഈ രീതിക്കുള്ള പ്രോബ്ലംസ് ആണ്. ഒരു സംഭവത്തിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്ന സമയത്ത് സപ്പോസ് വെൻ കാൽക്കുലേറ്റിംഗ് എ മെഷർമെന്റ്, ഒരു മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് 2-3 മെഷർമെന്റ്സ് നമുക്ക് ഈ രീതി തന്നിട്ടുണ്ടാവും. 2.00, 4.00, 6.00 ഇങ്ങനെ 3 മെഷർമെന്റ്സ് നമ്മൾ എടുത്ത സമയത്ത് നമുക്കൊരു എറർ സംഭവിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, അത്തരം കേസുകളിൽ ഇങ്ങനെ 3 മെഷർമെന്റ് ഇത്തരത്തിലുള്ള 3 അളവുകൾ എടുത്ത സമയത്തുള്ള നമ്മോട് ഓരോന്ന് കാണാൻ വേണ്ടി ചോദിച്ചു വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മോട് മീൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ കാണാൻ വേണ്ടി ചോദിക്കാം. ഇത്തരം കേസുകൾ നമ്മോട് ആവറേജ് വാല്യൂവിനെ തന്നെയാണ് നമ്മൾ മീൻ വാല്യൂ എന്ന് വിളിക്കുന്നത്. ആവറേജ് വാല്യൂ കാണാൻ വേണ്ടി ചോദിക്കാം. അല്ലെങ്കിൽ അബ്സല്യൂട്ട് എറർ, ഇത്തരം കേസുകളിലുള്ള അബ്സല്യൂട്ട് എറർ കാണാൻ വേണ്ടി ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ റിലേറ്റീവ് എറർ ചോദിക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഉഷാറാക്കിയിട്ട് നമ്മുടെ പെർസെന്റേജ് എറർ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന്റെ കേസുകൾ മനസ്സിലാക്കുക. സിംപ്ലി കുറച്ച് വാല്യൂസ് എടുത്ത കാര്യങ്ങൾ പറഞ്ഞത് മാത്രം. ഇത്തരം ക്വസ്റ്റ്യൻസിന്റെ കേസുകൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലിപ്പോ നമ്മുടെ ആവറേജ് വാല്യൂ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആവറേജ് വാല്യൂ കണ്ടെത്താം. അബ്സല്യൂട്ട് എറർ ചോദിച്ചു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് എററിലേക്ക് എത്താം. പക്ഷെ റിലേറ്റീവ് എറർ കണ്ടെത്താൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പുള്ള ഈ 2 എററും നമ്മൾ കണ്ടെത്തേണ്ടത് നിർബന്ധമായിരിക്കും അല്ലെ. കാരണം ഇത് കിട്ടിയാലേ നമുക്ക് അതിലെ അടുത്ത എററായാലും അബ്സല്യൂട്ട് എറർ കാണാൻ പറ്റുള്ളൂ. അബ്സല്യൂട്ട് എറർ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിലേറ്റീവ് എറർ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അതേപോലെ തന്നെ ഈ റിലേറ്റീവ് എറർ കണ്ടെത്തിയാൽ മാത്രമേ എന്ത് കാണാൻ പറ്റുള്ളൂ, പെർസെന്റേജ് എറർ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ കാൽക്കുലേറ്റ് ആവറേജ് വാല്യൂ ആൻഡ് പെർസെന്റേജ് എറർ കാണുക എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ആൾക്കാർക്ക് സംശയം നമ്മൾ ആബ്സല്യൂട്ട് എറർ കാണേണ്ട ആവശ്യമില്ലേ, റിലേറ്റീവ് എറർ കാണേണ്ട ആവശ്യമില്ലേ. അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കുക, അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പെർസെന്റേജ് എറർ കിട്ടുള്ളൂ. പിന്നെ അത് ക്വസ്റ്റ്യൻ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം ഈ ഒരു കേസിൽ എങ്ങനെയാണ് നമ്മൾ ആവറേജ് വാല്യൂ കാണുക. ആവറേജ് വാല്യൂ എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഞാൻ ഇതിലെ ഓരോ ക്വാണ്ടിറ്റീസിനെ എററിലെ ഓരോ ക്വാണ്ടിറ്റീസിനെ നമുക്ക് തന്നിട്ടുള്ള 3 വാല്യൂസിനെ ഞാൻ x1, x2, x3 എന്ന് കൺസിഡർ ചെയ്യാണ്. x1, x2, x3 ഇതിന്റെ ആവറേജ് വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ സാധാരണ ഇതിൽ ആവറേജിനെ കാണിക്കുക x ബാർ എന്നൊക്കെ തന്നെയാണ് കാണിക്കുക അല്ലെ. ഇവിടെ ഞാൻ ആവറേജിനെ x ബാർ എന്ന് കാണിക്കാം. എങ്ങനെയാണ് ആവറേജ് കാണുന്നത്? സാധാരണ രീതിയിൽ തന്നിട്ടുള്ള വാല്യൂസ് ഒക്കെ കൂട്ടും, അത് ഡിവൈഡ് ബൈ എത്ര വാല്യൂസ് ഉണ്ടോ അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലെ. ആ രീതിക്കാണ് നമ്മൾ ഇവിടെയും ചെയ്യാം. അപ്പോൾ 2 + 4 + 6 ഡിവൈഡ് ബൈ 3 എന്ന് ചെയ്യും അല്ലേ. അപ്പോൾ 6 + 4 10 കിട്ടും, 10 + 2 12 കിട്ടും, 12/3 നമുക്ക് 4 എന്ന വാല്യൂ കിട്ടും. അപ്പോൾ ഈ ഒരു കേസിലുള്ള ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടി, 4 എന്ന വാല്യൂ കിട്ടി. അപ്പോൾ ആവറേജ് വാല്യൂ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന രീതി എങ്ങനെയാണ്, ഡെൽറ്റ x ബാർ ഈക്വൽ ടു ഈ ആവറേജ് വാല്യൂ x ബാർ ഈക്വൽ ടു തന്നിട്ടുള്ള ഓരോ വാല്യൂസ് കൂട്ടുക അല്ലെ. x1 + x2 + x3 ഡിവൈഡ് ബൈ n എന്ന് ചെയ്തു അല്ലെ. തന്നിട്ടുള്ള ഓരോ വാല്യൂസ് x1, x2, x3 അതെല്ലാം സം ചെയ്തിട്ട് എത്ര എണ്ണം ഉണ്ടോ അതോട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, നമ്മൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആവറേജ് വാല്യൂ അല്ല, പകരം ആവറേജ് വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അതിന് പുറമെ നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ, അബ്സല്യൂട്ട് എറർ കാണാൻ ചോദിച്ചിട്ടുണ്ട് വിചാരിക്കുക. അബ്സല്യൂട്ട് എറർ കാണാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് വിചാരിക്കുക. അബ്സല്യൂട്ട് എറർ നമ്മൾ കാണിക്കുക ഡെൽറ്റ x ബാർ എന്നൊക്കെയാണ് കാണിക്കുക. അബ്സല്യൂട്ട് എറർ ഡെൽറ്റ x ബാർ എങ്ങനെയാണ് ഇതിൽ അബ്സല്യൂട്ട് എറർ കാണുക. അബ്സല്യൂട്ട് എറർ കാണുന്ന സമയത്ത് നമ്മളിവിടെ
ഇവിടെ നമ്മൾ ഓരോ വാല്യൂസ് ആണ് എടുത്തത് അല്ലേ. അതിന് പകരം ഇതേ രീതിക്ക് തന്നെയാണ് നമ്മൾ അബ്സല്യൂട്ട് എററും കാണുക. പക്ഷെ അതിന് പകരമായിട്ട് നമ്മൾ എടുക്കുക അബ്സല്യൂട്ട് വാല്യൂസ് എടുക്കണം. എന്താ അബ്സല്യൂട്ട് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഓരോ വാല്യൂസ് 2, 4, 6 എന്ന് പറയുന്ന വാല്യൂസ്, ആ വാല്യൂസിന് നമുക്ക് കിട്ടിയ ആവറേജ് വാല്യൂമായിട്ടുള്ള മാറ്റത്തെയാണ് നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ എന്ന് വിളിക്കുക, ഡിഫറൻസിനെ. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, തന്നിട്ടുള്ള ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. നമുക്ക് കിട്ടിയ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 2 ഉം 4 ഉം തമ്മിലുള്ള മാറ്റം എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. അവർ തമ്മിലുള്ള വ്യത്യാസം മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 അല്ലേ. അതേപോലെ തന്നെ നമുക്ക് തന്നിട്ടുള്ള തേർഡ് വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. അവർ തമ്മിലുള്ള മാറ്റം 2 അല്ലേ. അപ്പോഴും പല ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, മൈനസ് വരും, നെഗറ്റീവ് വരും. അതിന്റെ സംശയത്തിന്റെ ഒരു ആവശ്യമില്ല. നമ്മൾ പറഞ്ഞു ആ വ്യത്യാസമാണ് നമ്മൾ നോക്കുന്നത്. അതായത് അതിന്റെ മോഡ് വാല്യൂ ആണ് നമ്മൾ എപ്പോഴും അബ്സല്യൂട്ട് വാല്യൂസ് എടുക്കുന്ന സമയത്ത് എടുക്കുക. ഓക്കെ, അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുന്ന ഒന്നുമില്ല, മോഡ് x1 മൈനസ് എക്സ് ബാർ ചെയ്യുക, അല്ലെങ്കിൽ എക്സ് ബാർ മൈനസ് x1 ചെയ്യുക, എക്സ് ബാർ മൈനസ് x2 ചെയ്യുക, എക്സ് ബാർ മൈനസ് x3 ചെയ്യുക. ഇങ്ങനെ ഓരോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അബ്സല്യൂട്ട് വാല്യൂസ് കിട്ടും. ഈ കിട്ടിയിട്ടുള്ള അബ്സല്യൂട്ട് വാല്യൂസ് ഡിവൈഡ് ബൈ ഇതിന്റെ എണ്ണം അല്ലെ, നമ്പർ എത്ര തന്നെയാണ്, എത്ര വാല്യൂസ് നമ്മൾ ആഡ് ചെയ്ത് 3 വാല്യൂസ് അല്ലെ. അപ്പോൾ ഇതിന്റെ വാല്യൂ 4/3 എന്ന് കിട്ടും. ഈ 4/3 ആണ് നമ്മൾ ഈ കേസിൽ ഇതിന്റെ അബ്സല്യൂട്ട് എറർ എന്ന് വിളിക്കുക. അപ്പോൾ ആദ്യം പറഞ്ഞ രണ്ട് കേസ് നമ്മുടെ ആവറേജ് വാല്യൂ കാണുന്ന കേസ്, അതേപോലെ തന്നെ അബ്സല്യൂട്ട് എറർ കാണുന്ന കേസ്, ഈ രണ്ട് കേസുകളും ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇതിന്റെ കൂടെ തന്നെ റിലേറ്റീവ് എറർ കാണാൻ വെച്ചിട്ടുണ്ട് വിചാരിക്കുക. റിലേറ്റീവ് എറർ എങ്ങനെയാണ് റിലേറ്റീവ് എറർ കാണുക? റിലേറ്റീവ് എറർ എങ്ങനെയാണ് കാണുക ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ആവറേജ് വാല്യൂ അബ്സല്യൂട്ട് വാല്യൂ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ റിലേറ്റീവ് എറർ എങ്ങനെ കാണുക ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള അബ്സല്യൂട്ട് വാല്യൂ, അതായത് ഡെൽറ്റ എക്സ് ബാർ ഡിവൈഡ് ബൈ എക്സ് ബാർ. എന്താ ഡെൽറ്റ എക്സ് ബാർ എന്ന് പറയുന്നത്? നമ്മുടെ അബ്സല്യൂട്ട് എറർ ആണ് അല്ലേ. ആ അബ്സല്യൂട്ട് എറർ ഡിവൈഡ് ബൈ ആവറേജ് വാല്യൂ അല്ലെങ്കിൽ ആവറേജ് എറർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിട്ട് നമുക്ക് എന്തെന്ന് പറയുന്നത് റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ചോദിച്ചിട്ടുള്ള അവസാനം നമ്മൾ പറഞ്ഞിട്ടുള്ള പെർസെന്റേജ് എറർ അല്ലെ. എങ്ങനെയാണ് പെർസെന്റേജ് എറർ കാൽക്കുലേറ്റ് ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള റിലേറ്റീവ് എറർ നമ്മൾ റിലേറ്റീവ് എറർ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ. ഡെൽറ്റ എക്സ് ബാർ ബൈ എക്സ് ബാർ ആണ് നമ്മുടെ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അബ്സല്യൂട്ട് എറർ ഡിവൈഡ് ബൈ ആവറേജ് വാല്യൂ. അത് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ റിലേറ്റീവ് എറർ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തോ അതിനെയാണ് നമ്മൾ വിളിക്കുക പെർസെന്റേജ് എറർ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് കേസ് എററുമായി ബേസ് ചെയ്ത് നമ്മൾ 4 രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വാല്യൂസ് തന്നിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ ആവറേജ് വാല്യൂ കാണാൻ വേണ്ടി ചോദിക്കാം, അല്ലെങ്കിൽ അബ്സല്യൂട്ട് എറർ കാണാൻ വേണ്ടി ചോദിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് കേസുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ 4 രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാന്ന് പറഞ്ഞു. ഒന്ന് ആവറേജ് വാല്യൂ കാണാൻ വേണ്ടി ചോദിക്കാം. അത് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഞാൻ ചെയ്യാനുള്ള കാര്യം പറഞ്ഞു. അബ്സല്യൂട്ട് എറർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല, ഓരോ അബ്സല്യൂട്ട് വാല്യൂസ് കാണും, എന്നിട്ട് അതേ ഡിവൈഡ് ബൈ നമ്പർ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? അബ്സല്യൂട്ട് എറർ കിട്ടും. അതേപോലെ തന്നെ റിലേറ്റീവ് എറർ കാണാൻ അറിയാം. അബ്സല്യൂട്ട് എറർ ഡിവൈഡ് ബൈ ആവറേജ് വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിലേറ്റീവ് എറർ കിട്ടും. അതേപോലെ തന്നെ അതേ കിട്ടിയിട്ടുള്ള റിലേറ്റീവ് എറർ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ എന്ത് കിട്ടും? പെർസെന്റേജ് എറർ കിട്ടുന്ന കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് ഓക്കെ മനസ്സിലായി വിചാരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ആ എററിന്റെ കേസിൽ നമ്മൾ ചോദിക്കുന്ന ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി ഇതല്ലാതെ വേറെ ഏതൊക്കെ രീതിക്കാണ് എറർ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പ്രോബ്ലംസ് ചോദിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് അഡീഷന്റെയും അതേപോലെ തന്നെ സബ്സ്ട്രാക്ഷന്റെയും കേസിൽ അഡീഷന്റെയും ഓർ സബ്സ്ട്രാക്ഷൻ, അഡീഷൻ ഓർ സബ്സ്ട്രാക്ഷൻ, അഡീഷന്റെയും അതേപോലെ തന്നെ സബ്സ്ട്രാക്ഷന്റെയും കേസിൽ നമ്മൾ എങ്ങനെയാണ് എറർ കാൽക്കുലേറ്റ് ചെയ്യുക? ഫോർ എക്സാമ്പിൾ ഞാനൊരു വാല്യൂ പറയുകയാണ്. എ എന്ന് പറയുന്ന വാല്യൂ 2, 3 എടുക്കുന്ന പോലെ എ എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ മെഷർ ചെയ്യുകയാണ്. നമ്മളത് മെഷർ ചെയ്ത സമയത്ത് നമുക്ക് ഒരു എറർ സംഭവിച്ചു, ഡെൽറ്റ എ എന്ന് പറയുന്ന ഒരു എറർ സംഭവിച്ചു എന്ന് വിചാരിക്കുക. അതേപോലെ തന്നെ നമ്മൾ ബി എന്ന് പറയുന്ന ഒരു വാല്യൂ മെഷർ ചെയ്യുകയായിരുന്നു. അത് മെഷർ ചെയ്ത സമയത്ത് നമുക്ക് അതിലൊരു എറർ സംഭവിച്ചു, അതിന് ഞാൻ ഡെൽറ്റ ബി എന്ന് കാണിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എ പ്ലസ് ബി ചെയ്യുന്നതിനല്ലേ നമ്മൾ അഡീഷൻ എന്ന് പറയാം. അതേപോലെ തന്നെ എ മൈനസ് ബി അല്ലെങ്കിൽ ബി മൈനസ് ബി ചെയ്യുന്നതിനല്ലേ നമ്മൾ സബ്സ്ട്രാക്ഷൻ എന്ന് പറയാം.
അത്തരം സാഹചര്യങ്ങളിൽ എന്താണ് ഇതിന്റെ ഇററിന് സംഭവിക്കുക? സാധാരണ അഡീഷൻ സബ്സ്ട്രാക്ഷൻ എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ആലോചിക്കുന്നുണ്ടാവും. അതല്ല, അഡീഷൻ സബ്സ്ട്രാക്ഷൻ നമുക്ക് പണ്ടേ ചെയ്യാൻ അറിയാം, 1ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ. എന്നാൽ അതിൽ വ്യത്യസ്തമായിട്ട് ഇതിൽ ഇററിന്റെ കേസ് എങ്ങനെയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഒരേ ഒരു പോയിന്റ് മാത്രം മനസ്സിലാക്കിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അഡീഷൻ ആയിക്കോട്ടെ സബ്സ്ട്രാക്ഷൻ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഇറർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അഡീഷന്റെ കേസിലും സബ്സ്ട്രാക്ഷന്റെ കേസിലും നമ്മൾ എല്ലായ്പ്പോഴും ഇററിനെ ആഡ് ചെയ്യാണ് ചെയ്യുക. എന്താ ചെയ്യുക? ഇററുകൾ എല്ലായ്പ്പോഴും ആഡ് ചെയ്യാണ് ചെയ്യുക. അഡീഷന്റെ കേസിലും ഇററുകൾ നമ്മൾ ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ഷന്റെ കേസിലും ഇററുകൾ നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുക. എങ്ങനെയുള്ള കാര്യം നോക്കാം. എക്സാം ചോദിക്കുന്ന പ്രോബ്ലം ആണ്. ഫോർ എക്സാമ്പിൾ ഈ രീതിക്ക് ചോദിക്കുന്ന പ്രോബ്ലംസ് നമുക്ക് കേസ് നോക്കി നോക്കാം. ഒരു വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 4 ± 0.2. ഈ ഒരു വാല്യൂ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ± 0.1. 4 മെഷർ ചെയ്യുന്ന സമയത്ത് അതിൽ സംഭവിച്ചിരുന്നതാണ് 0.2 അല്ലെ 0.2 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 2 മെഷർ ചെയ്യുന്ന സമയത്ത് അതിൽ സംഭവിച്ചിരുന്നതാണ് 0.1 എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അഡീഷന്റെ സമയത്തും a+b ചെയ്യുന്ന സമയത്തും a - b, ഇതിനെ a എന്ന് വിളിക്കുകയാണ്, ഇതിനെ b എന്ന് വിളിക്കുകയാണ്. a+b ചെയ്യുന്ന സമയത്തും a - b ചെയ്യുന്ന സമയത്തും ഇറർ എത്രയാണ് എനിക്കും വരിക, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ a+b ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? ഇത് രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ വാല്യൂ കിട്ടുക? 6 ± 0.3. അതിലാർക്കും സംശയം ഉണ്ടാവില്ല അല്ലെ, എല്ലാം ഓക്കെയാണ്. അതേ സമയത്ത് ഇവിടെ a - b ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുക? a - b 4 - 2 അല്ലെ, വെരി സിമ്പിൾ ആണ്. 2 എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് എഴുതി വെക്കും 4 - 2 2 എന്ന് എഴുതി വെക്കും. 0.2 - 0.1 0.1 എന്ന് എഴുതി വെക്കാൻ പാടില്ല. കാരണം സബ്സ്ട്രാക്ഷന്റെ കേസിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തെന്നെയാണ് ചെയ്യുക? ഇറർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്തെന്നെ വരിക? 0.3 എന്ന് തന്നെയാണ് വരിക. ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യത്തിലുള്ള അഡീഷൻ ആണ് സബ്സ്ട്രാക്ഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലായ്പ്പോഴും ഇററിനെ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് അഡീഷനും സബ്സ്ട്രാക്ഷനും വ്യത്യസ്തമായിട്ട് നമ്മളിപ്പോൾ ചോദിക്കുന്ന കേസ് മൾട്ടിപ്ലിക്കേഷന്റെയും ഡിവിഷന്റെയും കേസുകളാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ കേസുകളുടെ പെട്ട ക്വസ്റ്റ്യൻസ് ആണെന്ന് വിചാരിക്കുക. മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ. ഇതാണ് പ്രോബ്ലം വിചാരിക്കുക. അപ്പോൾ നമ്മോട് a എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ട്, അതേ ഇൻറ്റു b ചെയ്യുന്ന സമയത്തുള്ള ഇറർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അതല്ലേ നമ്മൾ മൾട്ടിപ്ലിക്കേഷന്റെ കേസിലുള്ള ഇറർ എന്ന് വിളിക്കുക അല്ലെ. മൾട്ടിപ്ലിക്കേഷൻ കേസിലുള്ള റിലേറ്റീവ് ഇറർ നമ്മൾ അതിനല്ലേ പറയും. ഓക്കെ, അതേപോലെ തന്നെ a/b ചെയ്യുന്ന സമയത്തുള്ള റിലേറ്റീവ് ഇറർ കാണാൻ വേണ്ടി ചോദിക്കാം. ഓക്കെ, അപ്പോൾ a × b ചെയ്യുന്ന സമയത്തുള്ള ഇറർ അല്ലെങ്കിൽ a/b ചെയ്യുന്ന സമയത്തുള്ള ഇറർ, ഇത്തരം കേസിലൊക്കെ റിലേറ്റീവ് ഇറർ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ a × b ചെയ്യുന്ന സമയത്തുള്ള ഇറർ പെർസെന്റേജ് ഇറർ നമ്മൾ എങ്ങനെ കാണാം? റിലേറ്റീവ് ഇറർ കിട്ടിയാൽ പെർസെന്റേജ് ഇറർ എഴുതാൻ പറ്റും. റിലേറ്റീവ് ഇറർ എങ്ങനെ എഴുതുക? ΔA/a അല്ലേ, ഇൻറ്റു 100 ചെയ്താൽ ഇതിന്റെ റിലേറ്റീവ് ഇറർ ആയി, പ്ലസ് ΔB/b അല്ലേ, ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ റിലേറ്റീവ് ഇറർ ആയി. ഓക്കെ, അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് 100 കൊടുക്കാം അല്ലേ. അപ്പോൾ ഇത് എന്തായി മാറി? പെർസെന്റേജ് ഇറർ ആയി മാറി, അല്ലെങ്കിൽ നമുക്ക് റിലേറ്റീവ് ഇറർ ആയിട്ട് മാറി. ഓക്കെ, ഇനി a/b എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഇറർ നമ്മൾ ഈ രീതിക്കാണ് എഴുതുക. ΔA/a പ്ലസ് ΔB/b. ഇപ്പോൾ ആൾക്കാർക്ക് സംശയം വരും അല്ലേ, ഇവിടെ ഇൻറ്റു അല്ലേ, അതേ സമയത്ത് ഡിവിഷൻ വരുന്ന സമയത്ത് മൈനസെങ്കിലും കാക്കിക്കൂടെ. അങ്ങനെ ഒരിക്കലും സംശയിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ a × b എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് a/b വന്നാലും ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ രണ്ട് കേസിലും a × b വന്നാലും a/b വന്നാലും രണ്ടും ഒരേ രീതി തന്നെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ പവർ വരുന്ന ടേമുകൾ ഇപ്പോൾ a⁻n ഈ രീതിക്കൊക്കെ ടേംസ് വരികയാണെന്നുണ്ടെങ്കിൽ അത്തരം കേസുകൾ എങ്ങനെയാണ് റിലേറ്റീവ് ഇറർ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇത്തരം സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ പവർ കിട്ടി തന്നിട്ടുള്ള പവർ ഇൻറ്റു ΔA/a ഇൻറ്റു 100 ചെയ്യാം. അപ്പം പെർസെന്റേജ് കിട്ടും. റിലേറ്റീവ് ഇറർ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇത്ര ചെയ്യാം. ഇവിടെയൊക്കെ റിലേറ്റീവ് പെർസെന്റേജ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇൻറ്റു 100 ഈ രണ്ട് കേസുകളിലും ചെയ്യും അല്ലേ. ഓക്കെ, എന്ന പോലെ അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യത്തിലുള്ളൂ. സാധാരണ ഇതിന്റെ ഇറർ തന്നെയാണ് ΔA/a ചെയ്യും, ഇൻറ്റു 100 ചെയ്താൽ പെർസെന്റേജ് ഇറർ കിട്ടും. അതേ സ്ഥാനത്ത് a⁻n എന്നൊരു പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നിട്ടുള്ള പവർ ഇൻറ്റു ΔA/a ഇൻറ്റു 100 എന്ന് ചെയ്യണം. അപ്പോൾ മാത്രമേ ഇതിന്റെ വാല്യൂ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഈ രീതിക്കൊക്കെ എങ്ങനെയാണ് എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ തന്നെ എഴുതിയെടുക്കുക. ഇത് നമ്മുടെ പവർ ടേംസിന്റെ കേസിൽ a⁻n പോലത്തെ ടേംസിന്റെ കേസിലാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. ഓക്കെ,
അപ്പോൾ അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതേ കേസിൽ നമ്മുടെ പ്രോബ്ലംസ് എങ്ങനെയാണ് ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രോബ്ലം ആണ് ഇങ്ങനെ വാല്യൂ ആണ് ab⁴ ഡിവൈഡ് ബൈ c. ഓക്കെ, ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ വാല്യൂ ഇങ്ങനെ ഇതാണ് നമുക്ക് ചെയ്യേണ്ട ഓപ്പറേഷൻ ഇതാണെന്ന് വിചാരിക്കുക. ആൻഡ് പിന്നെ ക്വസ്റ്റ്യൻ തന്ന കാര്യം പെർസെൻറ്റേജ് ഇറർ ഇൻ a ഈക്വൽ ടു 2% ആൻഡ് percentage error in B equal to 1% and percentage error in C equal to 3%. ഈ രീതിക്കാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് വിചാരിക്കുക. അതായത് ab⁴/c എന്നുള്ളതാണ് ഓപ്പറേഷൻ. ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. എയിലുള്ള പെർസെൻറ്റേജ് എററും ബിയിലുള്ള പെർസെൻറ്റേജ് എററും സിയിലുള്ള പെർസെൻറ്റേജ് എററും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്നിട്ട് ab⁴ ഡിവൈഡ് ബൈ സിയിലുള്ള പെർസെൻറ്റേജ് എറർ നമ്മൾ കാണാൻ വേണ്ടി ചോദിച്ചു വിചാരിക്കുക. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ab⁴/c ന്റെ ഓപ്പറേഷൻ ചെയ്ത് നോക്കുക. സാധാരണ ഇതിൽ ഇപ്പോൾ ഇവിടെ ab മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. a × b ചെയ്യാൻ നമുക്കറിയാം അല്ലേ? എന്താ ചെയ്യാം? ഡെൽറ്റ a ബൈ a into 100 ചെയ്താൽ നമുക്ക് അതിന്റെ പെർസെൻറ്റേജ് കിട്ടും അല്ലേ? അതേപോലെ തന്നെ ബി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? ഡെൽറ്റ ബി ബൈ ബി. പക്ഷേ 4 പവർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെന്നറിയാം? അതിനെ 4 കൊണ്ട് ഗുണിക്കണം എന്നുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ രീതിക്കാണ് ചെയ്യുക. പിന്നെ സി വരുന്ന സമയത്ത് ഡിവിഷൻ ആണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു രീതി തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഡെൽറ്റ സി ബൈ സി ഞാൻ കോമൺ ആയിട്ട് എല്ലാവരും ഒരുപോലെ 100 പവർ കൊടുക്കുക. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഡെൽറ്റ a ബൈ a × 100 അതല്ലേ പെർസെൻറ്റേജ് എ എന്ന് പറയുന്നത്. അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്ര? 2% തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പെർസെൻറ്റേജ് ഡി, അതായത് ഡെൽറ്റ ബി ബൈ ബി × 100 എത്ര ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? 1%. പക്ഷേ പവർ 4 ഉണ്ട്. അപ്പോൾ 1% × 4 ചെയ്യുന്ന സമയത്ത് 4% കിട്ടും. പിന്നെ ഡെൽറ്റ സി ബൈ സിയിലുള്ള പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 3% നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെയുള്ള ടോട്ടൽ എറർ എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 4 + 3 7 7 + 2 9% ആണെന്ന് പറയും. ഓക്കെ, ഈ രീതിക്കാണ് ഇത്തരം പ്രോബ്ലംസ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതിൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യിച്ച ഒരു പ്രോബ്ലം ആയിരുന്നു എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഈ ഒരു കേസിൽ ഞാൻ വേറെ ഡൗട്ട്സ് കാര്യങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിക്കും. നെക്സ്റ്റ് ഇതേ ഇറോമായി റിലേറ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് മറ്റൊരു പ്രോബ്ലം പരിചയപ്പെടാം. എക്സാമിന് ചോദിക്കുന്ന ഒരു കാറ്റഗറി തന്നെയാണ്, എൻട്രൻസ് മറ്റും ചോദിച്ചാലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് ഒരു സ്ഫിയറുമായി റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്രീവിയസ് എക്സാമിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ദ പെർസെൻറ്റേജ് ഇറർ ഇൻ റേഡിയസ് ഓഫ് എ സ്ഫിയർ ഈസ് ഈക്വൽ ടു 4%. ഒരു സ്ഫിയറിന്റെ റേഡിയസിലുള്ള പെർസെൻറ്റേജ് ഇറർ എന്ന് പറയുന്നത് 4% അല്ലെ? ഒരു വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടാവും, നേരിട്ട് എത്രയോ ഒരു വാല്യൂ തന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് വാട്ട് വിൽ ബി ദ പെർസെൻറ്റേജ് ഇറർ ഇൻ ഏരിയ. അതായത് ഒരു സ്ഫിയറിന്റെ കേസിൽ സ്ഫിയറിന്റെ റേഡിയസിലുള്ള പെർസെൻറ്റേജ് ഇറർ തന്നിട്ട് നമ്മുടെ അതിന്റെ ഏരിയയിലുള്ള പെർസെൻറ്റേജ് ഇറർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചു വിചാരിക്കുക. അപ്പോൾ സ്ഫിയറിന്റെ റേഡിയസിലുള്ള പെർസെൻറ്റേജ് തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 തന്നു എന്നല്ലേ പറയുന്ന അർത്ഥം. അത് എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ എഴുതി തന്നിട്ടുണ്ട്? 4%. എന്നിട്ട് നമ്മോട് എന്ത് കാണാൻ ചോദിച്ചു എന്നാ പറഞ്ഞത്? സ്ഫിയറിന്റെ ഏരിയയിലുള്ള പെർസെൻറ്റേജ് കാണാൻ വേണ്ടി നമ്മൾ ചോദിച്ചു. ഓക്കെ, അപ്പൊ നോർമലി നമുക്കറിയാം ഏരിയ ഓഫ് എ സ്ഫിയർ, ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയാണെന്ന് പറയുന്നത്. ഏരിയ ഓഫ് എ സ്ഫിയർ, ഒരു സ്ഫിയറിന്റെ ഏരിയ ഓഫ് എ സ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇതിൽ കൺസിഡർ ചെയ്യുന്ന സ്ഫിയറിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ πr² ആണ്. നമ്മൾ എടുക്കുന്ന റിലേഷൻ ഒരു സ്ഫിയറിന്റെ ഏതൊരു സ്ഫിയറിന്റെയും ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ πr² ആണ്. ഇനി ഇവിടെ ഈ πr² എന്ന് പറയുന്ന ഏരിയയിലുള്ള ഇററാണ് നമുക്ക് കാണുന്നത്, അതിലുള്ള പെർസെൻറ്റേജ് ആണ് കാണുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് ഇറർ ഇൻ ഏരിയ ഓഫ് ദ സ്ഫിയർ ഈക്വൽ ടു എങ്ങനെയുള്ള പെർസെൻറ്റേജ് കാണുക. ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം πr² ആണ് ഏരിയ. പൈയിലുള്ള പെർസെൻറ്റേജ് ഇറർ എന്ന് പറയുമ്പോൾ ഇത് പ്രൊഡക്റ്റ് ആണ്, ഇതിന്റെ പെർസെൻറ്റേജ് ഇറർ ഇൻറ്റു ഇതിന്റെ പെർസെൻറ്റേജ് ഇറർ ചെയ്യും. നമ്മൾ ab⁴ ഒക്കെ ചെയ്ത പോലെ അല്ല, ഇവിടെ π ആണ്. π എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോൺസ്റ്റന്റ് വാല്യൂ ആണ് അല്ലേ? കോൺസ്റ്റന്റുകൾക്ക് നമുക്ക് ഇറർ പറയാൻ സാധിക്കും.
എന്താ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വാരി ചെയ്യാത്ത ക്വാണ്ടിറ്റീസ് നമ്മൾ സാധാരണ കോൺസ്റ്റൻസ് എന്ന് വിളിക്കുക അല്ലേ. അപ്പോൾ പൈക്ക് ഒരു വാല്യൂ ഉണ്ട്, അത് വാരി ചെയ്യൂല. അപ്പോൾ നമ്മൾ ഇറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷേർഡ് വാല്യൂ അതിന്റെ റിയൽ വാല്യൂ തമ്മിൽ ഡിഫറൻസ് നമ്മൾ സാധാരണ ഇറർ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, അതിന് പ്രത്യേകിച്ച് നമുക്ക് ഇറർ എന്ന് പറയാൻ സാധിക്കില്ല അല്ലേ. അപ്പോൾ എല്ലാ കോൺസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നർത്ഥം, അതിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പൈനെ കവർ ചെയ്ത് പിടിക്കാം. അപ്പോൾ ആർ സ്ക്വയറിന്റെ പെർസെൻറ്റേജ് ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇവിടെ ഏരിയ ഓഫ് ദ സ്ഫിയർ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണെന്നുണ്ടെങ്കിലും ഇവിടെ ഇതിന്റെ പെർസെൻറ്റേജ് ഇറർ ഇൻ സ്ഫിയർ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആർ സ്ക്വയറിലുള്ള പെർസെൻറ്റേജ് കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആർ സ്ക്വയറിലുള്ള പെർസെൻറ്റേജ് എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ a raised to n ഒക്കെ ചെയ്ത പോലെ ആ രീതിയിൽ ചെയ്യും. അപ്പോൾ 2 into delta r divided by r into 100 എന്ന് ചെയ്യും അല്ലേ. 2 into delta r divided by r into 100 എന്ന് ചെയ്യും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 പെർസെൻറ്റേജ് ഇറർ ഇൻ റേഡിയസ് ക്വസ്റ്റ്യൻ ആൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. എത്ര തന്നിട്ടുണ്ട്? 4% തന്നിട്ടുണ്ട്. അപ്പോൾ 2 into 4% എന്ന് വരും. ദാറ്റ് മീൻസ് the percentage error in the area of the sphere will be equal to 8% എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് വായിച്ച സമയത്ത് നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് ഈ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടാവും. എൻട്രൻസിന് മറ്റൊക്കെ ഈ ക്വസ്റ്റ്യൻ പല രീതിയിലായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഏരിയയുടെ ഇക്വേഷൻ അറിയാം എന്നുണ്ടെങ്കിൽ, അതായത് ഇതേ ക്വസ്റ്റ്യൻ ഇതേ പാറ്റേൺ നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ റേഡിയസിലുള്ള പെർസെൻറ്റേജിൽ ഇത്ര അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയയിലുള്ള പെർസെൻറ്റേജിൽ എത്രയാണ് എന്ന് കണ്ടെത്താൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് നേരെ 2 times ആണ് കൺസിഡർ ചെയ്താൽ മതി എന്നർത്ഥം. ഓക്കെ, എന്നാൽ ഹൈസറിൻ്റെ എക്സാം നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഇതേ പാറ്റേൺ സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്ത് തന്നെ വൃത്തിക്ക് തന്നെ ചെയ്തോളാം, എന്നാലും നമുക്ക് അതിന് മാർക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാറ്റഗറി മനസ്സിലായി എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഇററിൻ്റെ എല്ലാ കേസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ആദ്യം ഇററിൻ്റെ ആദ്യത്തെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഇറർ വെച്ചിട്ടുള്ള ആവറേജ് വാല്യൂ, അതേപോലെ തന്നെ ആവറേജ് വാല്യൂ മീൻ വാല്യൂ അല്ലേ, അത് കണ്ടെത്തി. അത് കഴിഞ്ഞിട്ട് ആബ്സല്യൂട്ട് ഇറർ കണ്ടെത്തി, അതേപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ് ഇറർ കണ്ടെത്തി, അതേപോലെ തന്നെ ലാസ്റ്റ് ഫൈനലി നമ്മൾ പെർസെൻറ്റേജ് ഇറർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അഡീഷൻ്റെ കേസ്, സബ്സ്ട്രാക്ഷൻ്റെ കേസ് പറഞ്ഞു, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ്റെ കേസ് പറഞ്ഞു, അത് കമ്പൈൻ ചെയ്തിട്ടുള്ള കുറച്ച് കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാം കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഇത് കേസിൽ മിക്സ്ഡ് ആയിട്ടുള്ള എക്സാം ചോദിക്കുന്നു 2 ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നമ്മൾ പരിചയപ്പെട്ടു. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ഫിഗറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എഴുതാൻ വേണ്ടി കുറച്ച് വാല്യൂസ് തന്നിട്ട് അതിൽ എത്ര SF ഉണ്ട്, എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട് എന്ന് പറയുന്നത് എക്സാമിൽ പലപ്പോഴും ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചാപ്റ്ററിന്. ഓക്കെ, അപ്പോൾ SF കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല ആൾക്കാർക്കും അത് ഇപ്പോഴും സംശയമാണ്. എത്ര നോക്കി കഴിഞ്ഞാലും പിന്നെയും സംശയമാണ് SF കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഒരു സംശയം വരാറുണ്ട്. അപ്പോൾ കുറച്ച് വാല്യൂസ് തന്നിട്ട് എങ്ങനെയാണ് അതിന്റെ SF നമുക്ക് നോക്കാം, എങ്ങനെ തെറ്റാ നമുക്ക് കണ്ടെത്താം എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഞാൻ വാല്യൂ എഴുതിയിട്ടുണ്ട് 5.4327. ഓക്കെ, അപ്പോൾ SF നമ്മൾ എഴുതുന്ന സമയത്ത് എല്ലായ്പ്പോഴും അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് ഒക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ SFന്റെ കാര്യങ്ങൾ പറയാം. ഒരു 5-6 പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഈ എഴുതിയ വാല്യൂല് ഇവിടുത്തെ SF എത്രയാണ് സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രയാണ് പറയാം. അപ്പോൾ ആദ്യം എന്താണ് സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ദ നമ്പർ ഓഫ് റിലയബിൾ ഡിജിറ്റ് പ്ലസ് ഫസ്റ്റ് അൺസർട്ടൈൻ ഡിജിറ്റ് എന്നാണ് പറയാം അല്ലേ. അപ്പോൾ ആ കണ്ടീഷനിൽ നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയാം. ഇപ്പോൾ ഈ ഒരു കേസിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ 1 2 3 4 5. അതായത് നോൺ സീറോ ഡിജിറ്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പറയുന്ന കണ്ടീഷൻ ഇതാണ്, നോൺ സീറോ വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര ഡിജിറ്റുകൾ ഉണ്ടോ, എത്ര നമ്പേഴ്സ് ഉണ്ടോ അതായിരിക്കും അവിടുത്തെ SFന്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ സീറോ ഒന്നും കാണാനില്ല. അപ്പോൾ 1 2 3 4 5 അല്ലേ. അപ്പോൾ 5 ആയിരിക്കും ഇവിടുത്തെ SF എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇഫ് ദർ ഇസ് നോ സീറോസ് ഒന്നും ഇല്ലാത്തൊരു വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര സംഖ്യകളുണ്ടോ, എത്ര അക്കങ്ങളുണ്ടോ അതായിരിക്കും അവിടുത്തെ SF എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസ്, are the zeros between two non-zero values are SF. രണ്ട് നോൺ സീറോ വാല്യൂസിന്റെ ഇടക്ക് വരുന്ന എല്ലാ സീറോകളും SF-കളാണ്. ആൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ SF. അതാണ് നമ്മൾ ആദ്യം പറയുന്ന കേസ് അല്ലേ. എല്ലാ നോൺ സീറോ ഡിജിറ്റുകളും SF ആണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ആൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ SF. അപ്പോൾ ഇതിൽ സീറോ ഒന്നുമില്ല, സീറോ ഇല്ലാത്ത ഒരു ഡിജിറ്റ് ആണ്. അപ്പോൾ ഇതൊരു SF ആണ്. ഇതിൽ എല്ലാ ടേംസും SF-കളാണ്. അപ്പോൾ ഇവിടുത്തെ SF എന്ന് പറയുന്നത് 5 ആണെന്ന് പറഞ്ഞു. അതേ സ്ഥാനത്ത് രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ പഠിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സീറോസ് ബിറ്റ്വീൻ ടു നോൺ സീറോ ഡിജിറ്റ്സ് ആർ SF. രണ്ട് നോൺ സീറോ ഡിജിറ്റുകളുടെ ഇടയ്ക്കുള്ള സീറോകൾ അതും SF ആണ്.
അപ്പോൾ ഇവിടുത്തെ SF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്ര ചോദിച്ചു കഴിഞ്ഞാൽ 1. എല്ലാ നോൺ സീറോ ഡിജിറ്റുകൾ പൊതുവെ അത് SF ആണ്. അതിന് പുറമെ ഇങ്ങനെയുള്ള രണ്ട് നോൺ സീറോ ഡിജിറ്റ്സിന്റെ ഇടയ്ക്ക് വരുന്ന സീറോകളും SF ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്ര വരിക 1 2 3 4 5 അല്ലേ, ഇത് 5 എന്ന് കിട്ടും. തേർഡ് കണ്ടീഷൻ ഇവിടെ വാല്യൂ 0.001 ആണ്. ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാണ് വരിക? എത്രയാണ് വരിക? അതിനാണ് നമ്മൾ തേർഡ് കണ്ടീഷൻ പറയുന്നത്. ഒരാളുടെ സംശയം 3 ആണോ 1 ആണോ സംശയം ഉണ്ടാവും അല്ലേ. തേർഡ് കണ്ടീഷൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ if the number is less than 1, നമ്മൾ കൺസിഡർ ചെയ്യുന്ന നമ്പർ ടോട്ടൽ നമ്പർ ലെസ് ദാൻ 1 ആണ്, 1നേക്കാളും ചെറിയ സംഖ്യ ആണെന്നുണ്ടെങ്കിൽ the zeros after decimal പോയിന്റ് ശേഷമുള്ള സീറോകൾ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. Okay, if the number is less than 1, the zeros after the decimal is not considered. Okay, അപ്പോൾ ഇവിടുത്തെ SF എന്ന് പറയുന്നത് 1 ആണ്. SF ന്റെ വാല്യൂ ഡെസിമലിന് ശേഷമുള്ള പൂജ്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. Okay, പിന്നെ നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം if the number is greater than 1, നമ്മൾ പറഞ്ഞ കാര്യം ഇവിടെ പറഞ്ഞ കാര്യം നമ്പർ 1നേക്കാളും ചെറുതാണെന്നുണ്ടെങ്കിൽ ഡെസിമലിന് ശേഷമുള്ള സീറോകൾ കൺസിഡർ ചെയ്യാറില്ല, SF അല്ല. എന്നാൽ അതേ സ്ഥാനത്ത് നമ്പർ 1നേക്കാളും വലുതാണ് എന്നുണ്ടെങ്കിൽ ഡെസിമലിന്റെ ശേഷമുള്ള എല്ലാ സീറോകളും SFകളാണ്. If the number is greater than 1, then the all zeros after the decimal are considered as SF എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാണ്? 1 2 3 4. കാരണം നമ്പർ 1നേക്കാളും വലുതാണ്, അപ്പോൾ ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള സീറോകളും SFകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ദാറ്റ് നോൺ സീറോ ഡിജിറ്റ് ആണ്, അത് SF ആണ്. നമ്പർ 1നേക്കാളും ഗ്രേറ്റർ ആയതുകൊണ്ട് ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള സീറോകളും SF ആണെന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു കേസിൽ SFന്റെ വാല്യൂ എത്രയാണ് വരിക? ഓക്കെ, ഇത്തരം കേസുകളിൽ ഈ ഒരു കേസിൽ SFന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക അല്ലേ. ഇതിന്റെ കൂടെ തന്നെ പറയുന്ന കാര്യമാണ് if the number is greater than 1, the zeros after decimal are considered, നമ്മൾ കൺസിഡർ ചെയ്യുന്നു പറഞ്ഞു. അതേപോലെ തന്നെ ഓൾ നമ്പേഴ്സിന്റെ കേസിൽ, വലിയ നമ്പേഴ്സിന്റെ കേസിൽ, ഡെസിമലിൽ നിന്നും ഇല്ലാതെ എഴുതുന്ന നമ്പേഴ്സിന്റെ കേസിൽ നമ്മൾ ലാസ്റ്റ് എഴുതുന്ന സീറോകൾ നമ്മൾ SFകളായിട്ട് കൺസിഡർ ചെയ്യില്ല. അപ്പോൾ 5000 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ SF സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരെ 1 ആയിരിക്കും. ഇതിന് പുറമെ ഈ ഒരു കേസിൽ ഞാൻ എല്ലാ കണ്ടീഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് പുറമെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ പറയാനുള്ള കോൺസ്റ്റൻസിന്റെ കേസ്, കോൺസ്റ്റന്റുകളുടെ എല്ലാവരുടെയും സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ഒരുപാട് കോൺസ്റ്റൻസുകൾ ഉണ്ടാവും അല്ലേ, പൈ. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോൺസ്റ്റന്റുകളുടെ എല്ലാത്തിൻ്റെയും അതിന്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ടാണ് നമ്മൾ പറയാൻ ഒരു കാര്യം കൂടെ ഇതിന്റെ കേസിൽ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂണിറ്റ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ കൂടുതൽ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക, എക്സാമിന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക, എക്സാമിന് വേണ്ടി ശക്തമായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മറക്കരുത്. അതേപോലെ തന്നെ താഴെ കാണുന്ന ബെൽ ഐക്കണോടെ എനേബിൾ ചെയ്യുക. എന്നാൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളെല്ലാം നമ്മുടെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യുക. നമുക്ക് അടുത്ത നല്ല വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.